ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയോട്ട് പോവാം. നമുക്ക് സ്റ്റോറി നോക്കാം. അങ്ങനെ പ്രൊപ്പോസ് ചെയ്ത് ആറും മറട്ടി വിട്ടായിരുന്നു. അങ്ങനെ പ്രൊപ്പോസ് ആക്ച്വലി ആറും വീഡിയോസ് 7 പേർക്ക് ഇഷ്ടപ്പെട്ടു. അവർ പ്രൊപ്പോസർ വൈഫ് കൂടെ ഹാപ്പി ആയിരിക്കാൻ തുടങ്ങി. അങ്ങനെ കുട്ടികൾ പറയാൻ തുടങ്ങി. അങ്ങനെ കുട്ടികൾ വൈക്കുണ്ടാക്കാൻ തുടങ്ങി. ആറും വന്ന് പറയാൻ തുടങ്ങി. കുട്ടികൾ ഇപ്പോൾ വളർന്നു വലുതായി. ഈ ഫോട്ടോ ഇട്ടുണ്ടെ മാറി, ഡാഡി എനിക്ക് ചോക്ലേറ്റ് വേണം, ഉണ്ട് കൊണ്ടുവരില്ല. എന്ത് പറ്റിയ? ആറും ഒന്നുമില്ല, ഇവർ കഴിക്കുന്നില്ല ചോക്ലേറ്റ്, ഫുഡ് കഴിക്കുക, പഠിക്കൊന്നുമില്ല. അങ്ങനെയായിട്ട് കുട്ടികൾ പറയും ഞങ്ങൾ കളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ച് സ്മൈൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ക്യൂട്ടായിട്ട് ഒരു പാട്ട് കേട്ടു. എല്ലാവരും തിരിഞ്ഞു. ഒരു ക്യൂട്ടായ ക്യാറ്റ് ഡാൻസ് കളിക്കാൻ മികച്ച പാട്ട് പാടി വന്നു. അത് കണ്ട് എല്ലാവരും പേടിച്ചു. ഷുഗാനെ കണ്ട് ഹായ് ഫ്രണ്ട്സ്, ഹൈ സുഹീറ്റൻ ജംപ് ചെയ്തു. മാജിക് ക്യാറ്റ് നീ തിരിച്ചു വന്നു ലക്കി. ഞാൻ തിരിച്ചു വന്നു മിയോ 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 എന്ന് ക്യാറ്റ് പറയാൻ തുടങ്ങി. ഷുഗറിനെ കണ്ടു. ഷുഗർ നീ കാണാൻ എന്നെ മാതിരിയുണ്ടോ? അങ്ങനെയായിട്ട് ക്യാറ്റ് ഹ്യൂമൻ അങ്ങനെയായിട്ട് ഷുഗറിനെ വെച്ച് കളിയാക്കാൻ തുടങ്ങി. ഷുഗറിനോട് ചോദിച്ചു എന്താ ഇത്? ഓ നിൻ്റെ ഫ്രണ്ട്സെല്ലാം വന്നിരുന്നു. ഹായ് ഫ്രണ്ട്. അങ്ങനെ എല്ലാവരും കണ്ട് മാജിക് ക്യാറ്റ് നീ വന്നോ? അങ്ങനെ എല്ലാവരും വന്നിരുന്നു. ദിയ, റോസ്, അർജുൻ, ഒരു 4 പേർ ഇങ്ങനെ ക്യാമ്പായിരുന്നു. അങ്ങനെ ഒരു മാജിക് ഇവർക്ക് എല്ലാവർക്കും മാരേജായി. നിങ്ങൾക്കും മാരേജ് ആയില്ലേ? ഞാൻ ജോഡി. അതെ അതെ. അങ്ങനെയായിട്ട് എന്ത് പറ്റി? മാജിക് ക്യാറ്റ് പറയാൻ തുടങ്ങി. നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാം. അങ്ങനെ മാജിക് ക്യാറ്റ് സ്മൈൽ ചെയ്യാൻ പറഞ്ഞ തുടങ്ങി. മാജിക് ഇങ്ങനെ ഒരാൾ ഷോക്കായി. എന്താ നിങ്ങൾ ഷോക്കായ? ഫ്ലാഷ് ബാക്ക് മിയു കാട്ടാൻ തുടങ്ങി. ഇതാ ഈ ലൈഫ് സ്റ്റാർ എന്ത് സംഭവിച്ചാൽ നിങ്ങൾക്ക് അറിയണ്ടേ കൂട്ടുകാരെ? അങ്ങനെ മിയു എല്ലാം കാട്ടാൻ തുടങ്ങി വീഡിയോ ആയിട്ട്. ഇതാണ് സംഭവിച്ചത്. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ വൈഫ് പറഞ്ഞാൽ നിങ്ങൾ ലവ് ചെയ്തുമില്ല, നിങ്ങൾ ഗേൾ ഫ്രണ്ടും അതെ. അങ്ങനെയായിട്ട് വീട്ടേഴ്സ് മെമ്പർ പറയാൻ തുടങ്ങി. എന്തോ നിങ്ങളെ വൈഫാ? അങ്ങനെയായിട്ട് നിങ്ങൾ ലൈഫ് ഫുൾ എൻജോയ്മെൻ്റ് അല്ല ചെയ്യുന്നത്. ക്യാറ്റ് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ എല്ലാവർക്കും ഓരോന്ന് പവർ കൊടുത്തു. ഇത് നല്ല കാര്യമോ നിങ്ങൾ യൂസ് ചെയ്യാം. അങ്ങനെയായിട്ട് ഓരോന്ന് പവറും കൊടുത്തു. നിനക്ക് മൈൻഡ് പവർ, അതേകൊണ്ട് മൈൻഡിങ് പവർ ഉണ്ടാകുന്നില്ല. ആറാമക്ക് മൈൻഡ് പവർ, ജിന്നിക്ക് ഹീലിംഗ് പവർ, മെഡിസിൻ ഹീലിംഗ് എന്ന മരുന്നുണ്ടാക്കാൻ പറ്റും ജിന്നിക്കും. ഷുഗർക്ക് ഇങ്ങനെ പറക്കാൻ പറ്റും. മല, മൂൺ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ജേബ് ട്രീ പവർ, ഷുഗർക്ക് ഹെയർ പവർ, അതെ ഹെയർ പവർ തന്നെ ഇത് മൂൺ പവർ. ജിമ്മിക്ക് പവർ പറഞ്ഞാൽ മറിയാൻ പറ്റും, ഹുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹുഡ് മാഗ്നറ്റിക് കൺട്രോൾ, വീക്ക് ടണ്ടോർ പവർ, ടെലിപോർട്ട് പവർ, ജാങ്കോ ഫയർ പവർ. ഇങ്ങനെ ഓരോന്നാൾക്ക് പവർ കൊടുത്തു. അതെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതേമാതിരി പവർ വരും. നിങ്ങളുടെ കുട്ടികൾ ഈ പവർ നിങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. എങ്ങനെ പറഞ്ഞു നിങ്ങളുടെ കുട്ടികൾക്ക് 12 വയസ്സായ നിങ്ങൾ കുട്ടികൾക്ക് ഈ പവർ കൊടുക്കുമെന്ന് മാജിക് ക്യാറ്റ് പറഞ്ഞു. മാജിക് ക്യാറ്റ് പറയാൻ തുടങ്ങി. അങ്ങനെ മാജിക് ക്യാറ്റ് ഹാപ്പി ആയിരിക്കും. മാജിക് ക്യാറ്റ് അവിടുന്ന് പുറപ്പെട്ടു. ബൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു പോയി. അങ്ങനെ കുട്ടികൾ വളർന്നു. 12 വയസ്സായിട്ട് മാജിക് പവർ അവർക്ക് കുട്ടികൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഹാപ്പി എൻഡിങ്.